വയനാട്ടിൽ വനം മന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് കാട്ടാന തകർത്തു. ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരുന്ന കൂടൽക്കടവ് പാൽവെളിച്ചം ക്രാഷ് ഗാർഡാണ് ഇന്നലെ രാത്രിയിൽ ആന തകർത്തത്. മിഥില ബാലൻ ഒരിക്കൽ കൂടി ചേരുന്നു വയനാട്ടിൽ നിന്ന്. മിഥില, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? എന്തായാലും ആനയുടെ ആക്രമണം ചെറുക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒന്നായിരുന്നു ഈ ക്രാഷ് ഗാർഡ്. അതിപ്പോൾ ആന തന്നെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതെ പ്രവിത, ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ശനിയാഴ്ചയാണ് ഇതിന്റെ ഉദ്ഘാടനം. അതായത് വനമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിക്കാനിരുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ ഒരു പ്രദേശത്തെ 200ഓളം കർഷകരുടെ ഒരു വലിയൊരു പ്രതീക്ഷയാണ് ഇന്നലെ രാത്രി ആന തകർത്തത്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഇന്നലെ രാത്രി മാത്രം ഉണ്ടായ സംഭവമല്ല. ഇതിനു മുൻപ് 4 തവണ ഇത്തരത്തിൽ ഇതേ ഫെൻസിംഗ് തന്നെ ആന തകർത്തിട്ടുണ്ട്. ഈ നിർമ്മാണത്തിലെ അപാകതയുണ്ടെന്ന ആരോപണം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നതാണ്. ആ പ്രദേശത്തുള്ള കർഷകരും കൃഷിക്കാരും എല്ലാം തന്നെ ഉന്നയിച്ച ഒരു കാര്യം തന്നെയാണിത്. ഇത് ഒരു വലിയൊരു കർഷക പ്രതിഷേധം 2017 ഒരു കർഷക പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ഒരു പദ്ധതി തന്നെ അവിടെ കൊണ്ടുവന്നത്. 3 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉദ്ഘാടനം ഈ ഒരു ശനിയാഴ്ചയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫെൻസിംഗ് ആണ് ഇപ്പോൾ, റോപ്പ് ഫെൻസിംഗ് ആണ്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ കാട്ടാന ഇങ്ങോട്ട് എത്തുന്നത് തടയുക എന്ന ഒരു ലക്ഷ്യത്തോടെയൊക്കെ നിർമ്മിച്ച ഒരു ഫെൻസിംഗ് ആണ് ഇപ്പോൾ കാട്ടാന തന്നെ തകർത്തിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ രാത്രി വലിയ രീതിയിൽ ഇത് തകർത്ത് കൃഷിനാശവും ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് വീണ്ടും ആ മേഖലയിലെ കർഷകർ 200ഓളം വരുന്ന കർഷകർ വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്ന ഒരു മുന്നറിയിപ്പാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പ്രവിത, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.